കേസരി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. ഇത് 2 ടൈപ്പിൽ ഉണ്ടാക്കാവുന്നതാണ്. സ്മൂത്തി ആയിട്ടും കട്ട് ചെയ്തെടുക്കാവുന്ന വിധത്തിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. തമിഴ്നാട് ഉണ്ടാകുന്ന എല്ലാ ഫംഗ്ഷനിലും സ്വീറ്റായിട്ട് കൊടുക്കുന്ന ഒരു വിഭവമാണിത്. അവിടെ വെച്ച് ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള കേസരി കഴിച്ചിട്ടുണ്ട്. എല്ലാ കേസരിയും വളരെ സ്മൂത്തിയാണ്. അതിനകത്ത് ഒരുപാട് നെയ്യും ഷുഗറും ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് നോർമൽ ടൈപ്പ് കേസരിയാണ്. അത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: റവ, കാഷ്നട്ട്, ഉണക്കമുന്തിരി, ഏലക്ക, കളറ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, സ്വല്പം ഉപ്പ്, വെള്ളം, നെയ്യ്. നമ്മൾ ഉപയോഗിക്കുന്ന റവ വറുത്തതാണെങ്കിലും നമ്മൾ ഒന്നുകൂടെ വറക്കുക. റവ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, റവ ഒരുപാട് വറുത്ത് ബ്രൗൺ കളറിലേക്കാകരുത്. ഒരു മീഡിയം രീതിയിൽ വറക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. റവ വറുത്ത് പാകമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അത് കൂട്ടിയിടാതെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുക. റവയും വെള്ളവും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രീതി: 1 ഗ്ലാസ് റവ എടുത്താൽ അതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ 3 ഗ്ലാസ് വെള്ളം എടുക്കുക. വെള്ളം കുറഞ്ഞു പോകരുത്. വെള്ളം സ്വല്പം കൂടിയാലും കുഴപ്പമില്ല, കുറയാൻ പാടില്ല. റവ വറുത്ത പാത്രത്തിൽ തന്നെ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായതിന് ശേഷം കാഷ്നട്ടും ഉണക്കമുന്തിരിയും ഇട്ട് നന്നായി വറുത്ത് കോരുക. അതേ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീ ഇട്ടതിന് ശേഷം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുവാൻ. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വെള്ളം നമ്മുടെ ദേഹത്തേക്ക് ചെറുതായൊക്കെ തെറിക്കും. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കളർ ഉണ്ടെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ റവ എടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ 3/4 ഭാഗത്തോളം പഞ്ചസാര എടുക്കുക. നമ്മളിവിടെ ഉണ്ടാക്കുന്ന കേസരി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിന് ഒരുപാട് മധുരം വേണ്ട. മധുരം കുറച്ച് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാവുന്നതാണ്, കുഴപ്പമില്ല. ഞാൻ 2 ടൈപ്പിലായിട്ടാണ് പഞ്ചസാര ഇടുന്നത്. ചിലപ്പോൾ വെള്ളത്തിൻ്റെ കൂടെ ഇടും, ചിലപ്പോൾ റവ ഇട്ടതിന് ശേഷമാണ് പഞ്ചസാര ഇട്ട് കൊടുക്കാറ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമ്മൾ ഒഴിച്ചു വെച്ച വെള്ളത്തിലേക്ക് സ്വല്പം ഉപ്പും കൂടി ഇടുക. എന്നതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് വെള്ളം മൂടി വെച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് തീ മീഡിയം ഫ്ലെയിമിലിടുക. വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. ഒരുമിച്ചിട്ട് കൊടുക്കരുത്. കുറേശ്ശെയായി ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കുന്നുണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും കുറേശ്ശെയായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കണം. തീ വളരെ കുറച്ച് വെക്കുക. കട്ട പിടിക്കുന്നത് ഉടച്ചു കൊടുക്കുക. വെള്ളം വറ്റി അത് കുറുകി വരുന്ന സമയമാകുമ്പോഴേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇടുമ്പോൾ കുറുകിയിരിക്കുന്ന റവ കുറച്ചുകൂടെ അലിയാൻ തുടങ്ങും, കുറച്ചുകൂടെ സ്മൂത്തി ആകാൻ തുടങ്ങും. മാക്സിമം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. നന്നായി ഇളക്കി കൊടുക്കണം ഒരുപോലെ. ഇടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. വെള്ളം കുറച്ച് വറ്റി തുടങ്ങുമ്പോഴേക്ക് ഏലക്ക പൊടിച്ചു വെച്ചത് ഇട്ട് കൊടുക്കുക.
അത് കഴിഞ്ഞ് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കാഷ്നട്ടും ഇട്ട് കൊടുക്കുക. നന്നായി ഒന്നുകൂടി ഇളക്കിയെടുക്കുക. ഏത് ഷേപ്പിലും ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേസരി അതിനകത്തേക്ക് നിറച്ച് കൊടുക്കുക. മുകൾ ഭാഗമൊക്കെ നന്നായി നിരത്തി വേണം നിറച്ച് കൊടുക്കുവാൻ. ഇത് സെറ്റാകുവാൻ 2.5 മണിക്കൂർ സമയമെങ്കിലും വേണം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുവാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.